ഹലോ നമസ്കാരം എല്ലാവർക്കും AZP അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ LGSന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നു എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ LGSന്റെ കൺഫർമേഷൻ കൊടുത്തു. നിങ്ങൾക്ക് കൺഫർമേഷൻ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കൊടുത്തു എന്ന് വിശ്വസിക്കുകയാണ്. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഉടനെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഒരിക്കലും ആ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തി നിങ്ങൾ കളയരുത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് എന്താണ് കൺഫർമേഷൻ ഡേറ്റും വന്നു. ഇപ്പൊ ഇതാ നമുക്ക് എക്സാം ഡേറ്റും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം 2024 നവംബർ 2, 23, 30 തീയതികളിലായിട്ടായിരിക്കും നമുക്ക് LGSന്റെ എക്സാം നടക്കുക. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഏതൊക്കെ ജില്ലകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധയോടെ ഇരിക്കുക കേട്ടോ. നോക്കിക്കേ, നമ്മുടെ കൊല്ലം, കാസർഗോഡ്, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിൽ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് നവംബർ 2 ആണ് കേട്ടോ. ആദ്യം ആയിരിക്കും അവരുടെ എക്സാം വരുന്നത്. കൊല്ലം, കാസർഗോഡ്, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ഏറ്റവും ആദ്യം എക്സാം നടക്കുക. അപ്പൊ അതിന്റെ അഡ്മിറ്റ് കാർഡ് ഒക്ടോബർ 19 വരിക. ഓക്കെ, ആൻഡ് ദെൻ പിന്നീട് രണ്ടാമത്തെ ഘട്ടം, അതായത് നവംബർ 23 കണ്ണൂർ, പത്തനംതിട്ട, മലപ്പുറം, ഇടുക്കി ജില്ലകൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. അതിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നത് നവംബർ 8 ആയിരിക്കും. ദ ലാസ്റ്റ് വൺ എന്താണ്, നവംബർ 30 അവസാന പരീക്ഷ നടക്കുന്നത്. അത് എന്താണ്, തിരുവനന്തപുരം, അതുപോലെ തന്നെ തൃശൂർ, കോട്ടയം ജില്ലകളാണ് എന്തെന്ന് പറയുന്നത് അവസാനം നവംബർ 30 എക്സാം എഴുതേണ്ടത്. അതിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് നവംബർ 16 അപ്പോ ഇത് കൂടാതെ ഇനി എന്താണ് ജില്ലകൾ പറയാനുണ്ട്. അപ്പൊ ഇത്രയും ജില്ലകൾക്കാര് എന്നാണ് എക്സാം എന്ന് അറിഞ്ഞു. ഇതുപോലെ തന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡ്, ഹോൾ ടിക്കറ്റ് വരുന്ന എന്നാണ്, റിലീസ് ആവുന്ന എന്നാണ് എന്ന് അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ച് തുടങ്ങി എന്താണ് നന്നായിട്ട് അങ്ങ് പീക്ക് ലെവലിൽ നിൽക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു അല്ലെ. ഇനി എന്താണ്, നവംബർ 2 എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. ആ ഒരു സമയം എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നന്നായിട്ട് തന്നെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കഴിവതും ആരും തന്നെ സമയം ഒന്നും പാഴാക്കാണ്ട് എന്ത് ചെയ്യുക, നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കുക. സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. SCERT ടെക്സ്റ്റ് ബുക്കുകൾ ശരിയായ രീതിയിൽ ഫോളോ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു ചോദ്യവും ഉത്തരവും മാത്രം പഠിക്കുന്ന രീതിയിൽ നിന്ന് ചോദ്യവും ഉത്തരവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങളും എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യണം അല്ലെ. നമുക്ക് എല്ലാ ചോദ്യങ്ങളും വായിച്ച് എത്താനുള്ള ഒരു സമയം നമ്മൾ എന്ത് ചെയ്യുക, സ്വയം പ്രിപ്പയർ ചെയ്ത് എടുക്കുക, സ്വയം അത് പ്രാക്ടീസ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. പഴയതുപോലെ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എന്ന രീതിയല്ല, നമുക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യൂ, അത് ശരിയായി വരൂ. അപ്പൊ അതെല്ലാം നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അങ്ങ് സമർപ്പിച്ചിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ജോലി നേടിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. ആൻഡ് ദെൻ ഇതുവരെയും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയാസ് ഇല്ല, ഞാൻ പഠിച്ചു തുടങ്ങിയില്ല എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മളോട് കൂടി ചേർന്ന് നിങ്ങൾക്ക് ഈ ഒരു LGS എക്സാം എന്താണ് പഠിക്കാവുന്നതാണ്. അപ്പൊ ഈ LGSന്റെ ക്രാഷ് കോഴ്സ് വരുന്നത് നമുക്ക് 999 ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക, കോൾ ചെയ്ത് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ മോർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണം, ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.